നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 5 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ്? അപ്പോൾ ആദ്യം 5 100 ചേർന്ന സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. 5 100 എന്ന് പറയുമ്പോൾ 2 0 കൂടെ അല്ലേ, അപ്പോൾ 500 അപ്പോൾ 500-ൽ എത്ര 10 ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ 10ൻ്റെ സ്ഥാനത്തുള്ള 0 വെട്ടിയാൽ നമുക്ക് കിട്ടും എത്ര 10 50 അല്ലേ. ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 110, 130, 360 തുടർന്ന് വരുന്ന സംഖ്യകൾ ഏതെല്ലാം? അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ ഒരേ സംഖ്യ തന്നെയാണോ, വ്യത്യാസമല്ല വ്യത്യസ്തമാണോ എന്നുള്ളത് ആദ്യം നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ സംഖ്യ എടുക്കാം. രണ്ടാമത്തെ സംഖ്യ മുകളിൽ എഴുതുന്നു, ഒന്നാമത്തെ സംഖ്യ താഴെ എഴുതുന്നു. 230-ൽ നിന്ന് 110 കുറക്കാൻ അപ്പോൾ കിട്ടുന്നത് 120. പിന്നെ അടുത്തത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 160 കുറക്കണം 130, 0 3 1. നേരത്തെ കിട്ടിയത് നമുക്ക് 120, പിന്നെ ഇപ്പോൾ കിട്ടിയത് 130. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും വേണ്ടത്? 140 അല്ലേ. 160ൻ്റെ കൂടെ എത്ര കൂട്ടണം? 140 കൂട്ടണം. 0 കൂടും 0 ഇവിടെ 5. അപ്പോൾ അടുത്തത് എത്രയാണ് വരിക? 500 വരണം അല്ലേ. 500 ഓപ്ഷൻ ഏതാണ്? 500. പിന്നെ 500ൻ്റെ കൂടെ 140 ഇപ്പോൾ കൂട്ടി, അപ്പോൾ അടുത്തത് കൂട്ടുമ്പോൾ 150 കൂട്ടണം. അപ്പോൾ ഉത്തരം 650 കിട്ടും. അപ്പോൾ ഉത്തരം ഇതന്നെയാണ് ശരി. അപ്പോൾ ചെയ്ത് നോക്കാം. 2 ഉത്തരങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കണം. ചിലപ്പോൾ 500ൻ്റെ കൂടെ തരുന്ന മറ്റേ നമ്പർ തെറ്റുണ്ടാവും. 2 പ്രാവശ്യം 500 ഓപ്ഷൻ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ 2 ഉത്തരം തന്നെങ്കിൽ 2 വട്ടം ചെയ്ത് നോക്കിയിട്ട് ഉത്തരം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബി ഈസ് ദ ആൻസർ അല്ലേ. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 523, 407 എന്നീ നമ്പറുകൾ എഴുതിയ കാർഡുകൾ ഏതാണ്? നമ്മൾക്ക് നമ്പർ എഴുതി നോക്കാം. 523, 523. അടുത്ത നമ്പർ ഏതാ? 407. ഇങ്ങനെ വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ. അടുത്ത ചോദ്യം 296-നെ പിരിച്ച് എഴുതിയിരിക്കുന്നത് ഏത്? ഇതിലേതാണ് 296? 200 കൂട്ടണം 90 കൂട്ടണം 6, 2 കൂട്ടണം 9 കൂട്ടണം 6, 29 കൂട്ടണം 6, 2 കൂട്ടണം 96. 296-നെ എങ്ങനെ പിരിച്ച് എഴുതാം? 296 എന്ന് പറഞ്ഞാൽ 200 + 90 + 6 ആണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇത് ഒരു കലണ്ടറിൻ്റെ ഭാഗമാണ് എങ്കിൽ ആ കളങ്ങളിലെ തീയതികൾ ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് ഓരോ സംഖ്യകളും നോക്കി വെക്കാം. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയാണ് 6 വരിക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല അല്ലേ. 10 ആണോ നോക്കണം. ഇവിടെ 2 ആണെങ്കിൽ 2ൻ്റെ നേരെ താഴെ വരുന്ന സംഖ്യ എത്രയായിരിക്കും? 2നോട് 7 കൂട്ടിയാൽ 9 ആണ്. അപ്പോൾ ഇവിടെ 10. അപ്പോൾ ഇതിനകത്ത് 2ഉം 10ഉം ആണ് വരിക. അപ്പോൾ ആ ഓപ്ഷൻ ഏതാണ്? ബി അല്ലേ. ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായ ഉത്തരം. ചോദ്യം ചതുരം ഏതാണ്? ഇതിലേതാണ് ചതുരം? ഇത് വട്ടം, ത്രികോണം, ഇതാണ് ചതുരം. ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായ ഉത്തരം, ചതുരം അല്ലേ. അടുത്ത ചോദ്യം തറയോടുകൾ പതിച്ചിരിക്കുന്നത് നോക്കൂ. വിട്ടുപോയ സ്ഥലത്ത് ഏത് തറയോട് പാകണം? ഇവിടെ ഒരു സ്ഥലത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ഏത് തറയോടാണ് പാകേണ്ടത്? അപ്പോൾ വര നമ്മൾ നോക്കുക. ഇങ്ങനെ ഒന്നെങ്കിൽ വിലങ്ങനെ അല്ലെങ്കിൽ കുത്തനെയുള്ള ടൈലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഓപ്ഷൻ സിയും പിന്നെ എന്തല്ല ഡിയും അല്ല. പിന്നെ നോക്കേണ്ടത് എ ആണോ ബി ആണോ എന്നാണ്. അപ്പോൾ ഇവിടെ കുത്തനെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്തത് കുത്തനെ വരുന്നതാണ്. അപ്പോൾ ഏതാ ശരി? യെസ്, ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 12 ഉത്തരം കിട്ടുന്ന ക്രിയ ഏതാണ്? 4 ഹരിക്കണം 3 കൃത്യമായി നമുക്ക് ഹരിക്കാൻ പറ്റില്ല. 4-ന് 3 കുറച്ചാൽ 1 ആണ്. 4 കൂട്ടണം 3 7 ആണ്. 4 ഗുണിക്കണം 3 12. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ചിത്രം നോക്കൂ. ചുവടെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. കാർ ഇഷ്ടപ്പെടുന്നവർ, വിമാനം ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ വിമാനം ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുടെ എണ്ണം എത്ര ആൺകുട്ടികൾക്കാണ് വിമാനം ഇഷ്ടം? എണ്ണി നോക്കാം. 1 2 3 4 5. എത്ര പേരാ? ഓപ്ഷൻ നമ്പർ എ 5 ആൾക്കാർ അല്ലേ. അടുത്ത ചോദ്യം ഏത് സമയത്തെ സൂചിപ്പിക്കുന്ന ക്ലോക്കിൻ്റെ ചിത്രമാണിത്? ഈ ക്ലോക്കിൽ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് സമയമാണ് ഈ ക്ലോക്കിലുള്ളതെന്നാണ് ചോദിച്ചത്. ഇതേതാ സമയം? ചെറിയ സൂചി 3ൻ്റെ നേരെ, വലുത് 12ൻ്റെ നേരെ ആയാൽ 3 മണി അല്ലേ. ഓപ്ഷൻ നമ്പർ എ തന്നെയാണ് ശരിയായ ഉത്തരം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.